നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 27 വൈകിട്ട് 3:43 PM ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ 4 രാശിക്കാർക്ക് നേട്ടമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ ചൊവ്വ അനുകൂലമാകുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. അത് കൃഷിയാവാം, റിയൽ എസ്റ്റേറ്റ്, വസ്തു കച്ചവടം, പിന്നെ വസ്തു ലോൺ വെച്ച് എന്തെങ്കിലും ഫണ്ട് നേടുകയോ, അതുമാത്രമല്ല പുതുതായിട്ട് വീടും വസ്തുവുമൊക്കെ വാങ്ങാനുമൊക്കെ പറ്റുന്നൊരവസരമാണ്. അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ശോഭിക്കാനുള്ള സാധ്യത വന്നു ചേരും ഈ രാശിക്കാർക്ക്, ഈ 4 രാശിക്കാർക്ക്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവുകയോ അതുപോലുള്ള കേസ് വഴക്കുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. പിന്നെ തീർച്ചയായിട്ടും ധനവരവ് എന്ന് പറയുമ്പോൾ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട് ധനവരവെന്ന് പറയുമ്പോൾ അത് 1000-2000 രൂപയൊന്നും ആയിരിക്കില്ല, മറിച്ച് ലക്ഷങ്ങളോ ചിലപ്പോൾ കോടികളോ ഒക്കെ ക്രയവിക്രയം ചെയ്യാനുള്ള അവസരം വന്നെന്ന് വരാം. പിന്നെ തീർച്ചയായിട്ടും ഈ വാഹനലാഭം എന്ന് പറയുമ്പോൾ തീർത്ഥയാത്രകൾക്കൊക്കെ പോകാൻ സാധ്യത, ഉല്ലാസയാത്രകൾ, അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ സൈഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാഹനലാഭം എന്ന് പറയുമ്പോൾ പുതിയ വാഹനം വാങ്ങിക്കുക, അതുപോലെ തന്നെ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ നടത്തുന്നവർക്കൊക്കെ നേട്ടമാണ്. പിന്നെ തീർച്ചയായിട്ടും ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊക്കെ നേട്ടം വരുന്ന ഒരു കാലഘട്ടമാണ്. അതുമാത്രമല്ല ഈ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കാനുമൊക്കെ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് 4 രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഞങ്ങൾ പറയുന്നത് കുംഭം രാശിക്കാർക്ക് ആരാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. പക്ഷേ കുംഭൻ രാശിക്ക് നേട്ടമാണ്. അതായത് കർമ്മഭാവത്തിൽ ചൊവ്വ വരുന്നു, അതും സ്വക്ഷേത്ര ബലവാനായിട്ട്. ഓക്കെ, എങ്കിലും ഇവർക്ക് വ്യാഴം 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്ക് മാറും ഈ കാലയളവിൽ, ഒക്ടോബർ 18 മുതൽ. അത് പക്ഷേ ഡിസംബർ 5 വരെയേ ഉള്ളൂ. വീണ്ടും തിരിച്ച് 5ാം ഭാവത്തിൽ വരും. എങ്കിലും ഈ ചൊവ്വ അനുകൂലമായിട്ട് വരുന്ന സമയം ഇവർക്ക് വ്യാഴത്തിൻ്റെ ഒരു നേട്ടം വരുന്നില്ല. അതുമാത്രമല്ല കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ല താനും. ഞാൻ പറഞ്ഞല്ലോ, വ്യാഴം പ്രതികൂലമായിട്ട് തന്നെ മാറും 6ാം ഭാവത്തിലേക്ക്. അതുപോലെ ശനി നേരത്തെ തന്നെ ഇവർക്ക് 7 ശനിയാണ്. അതുകൂടാതെ ജന്മത്തിൽ സർപ്പവും നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചൊവ്വ മാറുന്നത് കൊണ്ട് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള തോതിൽ നേട്ടം ലഭിക്കുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും ചൊവ്വ ഒരു പാപഗ്രഹമാണ്. അപ്പോൾ അത് അനുകൂലമായിട്ട് വരുമ്പോൾ, അതും സ്വക്ഷേത്രമായിട്ട് കർമ്മഭാവത്തിലൊക്കെ വരുമ്പോൾ തിരക്ക് പിടിച്ച ഒരു കർമ്മരംഗമായിരിക്കും നിങ്ങളുടേത്. എങ്കിലും അതൊക്കെ
ആ തിരക്കൊക്കെ നിങ്ങൾക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കുംഭൻ രാശിക്ക് നേട്ടങ്ങളുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. ഇനി നേട്ടങ്ങളുള്ള 3 രാശിക്കാരുണ്ട്. അതിൽ ഒന്ന് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഈ ചൊവ്വ മാത്രമല്ല, സർപ്പം, കേതു, വ്യാഴം അനുകൂലമായിട്ട് വരും ഇവർക്ക് ഒക്ടോബർ 17 തൊട്ട് ഡിസംബർ 5 വരെ. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ കിട്ടും. അതും 11ാം ഭാവത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത്. അപ്പോൾ ഒക്ടോബർ 18 തൊട്ട്. അപ്പോൾ അത് വലിയ നേട്ടമാണ്. അതിൻ്റെ കൂടെ സർപ്പം, ശിഖി ഒക്കെ അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ചൊവ്വ ഉൾപ്പെടെ ചന്ദ്രനെ കൂടാതെ 5 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല കാലം തന്നെയാണ്. ഈ മേൽപ്പറഞ്ഞ നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർതം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഈ പറയുന്ന പോലെ വ്യാഴം അനുകൂലമായിട്ട് വരുന്നു, ചൊവ്വയുടെ കൂടെ തന്നെ. കൂടാതെ സർപ്പം, ശിഖി, ശുക്രൻ, ബുധൻ ഇവയൊക്കെ അനുകൂലമാണ്. അതായത് ചന്ദ്രനെ കൂടാതെ തന്നെ ഇവർക്ക് 6 ഗ്രഹങ്ങൾ ചൊവ്വ ഉൾപ്പെടെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ മിഥുനം രാശിക്കും നല്ല കാലമാണ് വരുന്നത്. മോശമല്ലാത്ത ഒരു കാലഘട്ടം. അതായത് ഒക്ടോബർ 27 തൊട്ട് ഡിസംബർ 7 വരെ ചൊവ്വ അനുകൂലമാണ്. ഏകദേശം 41 ദിവസം അനുകൂലമാണ്. പിന്നെ അത്യാവശ്യം ഇടിവെട്ട് സൗഭാഗ്യം വരുന്ന ഒരു രാശിയുണ്ട്. അത് മകരം രാശിയാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ഈ മകരം രാശിക്ക് ഒക്ടോബർ 18 വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരും. അതിൻ്റെ കൂടെ ശനി നേരത്തെ തന്നെ ഇവർക്ക് അനുകൂലമാണ്. അതുകൂടാതെ ഇപ്പോൾ ചൊവ്വയും സൂര്യനും ബുധനും ഒക്കെ അനുകൂലമായിട്ട് വരികയാണ്. അതായത് തുലാം മാസം, അതായത് ഒക്ടോബർ 17 ആകുമ്പോൾ സൂര്യൻ തുലാം രാശിയിൽ പ്രവേശിക്കും. അത് ഇവർക്ക് അനുകൂലമാണ്. മകരം രാശിക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ വരും. അതുകൂടാതെ ചൊവ്വയും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും. അപ്പോൾ ശനി, ശുക്രൻ, വ്യാഴം, സൂര്യൻ, ബുധൻ, ചൊവ്വ, അങ്ങനെ 6 ഗ്രഹങ്ങൾ, അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് മകരം രാശിക്ക് ഒക്ടോബർ 27 തൊട്ട് ഡിസംബർ 7 വരെ. അപ്പോൾ ഇത് കൂടാതെ ഞാൻ മകരം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ കറക്റ്റ് ഡേറ്റിങ് ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെയാണ്. ഏകദേശം 45 ദിവസം. അത് വ്യാഴത്തിൻ്റെ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ചെയ്തേക്കുന്നത്. അങ്ങനെ പൊതുവിൽ മകരം രാശിക്ക് നല്ല കാലം വരാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 11 തീയതി. ഏകദേശം 7 ദിവസം കഴിയുമ്പോൾ വ്യാഴം അനുകൂലമായിട്ട് വരും. കൂടാതെ ഒക്ടോബർ 27 ചൊവ്വയും അനുകൂലമായിട്ട് വരും. അപ്പോൾ നമ്മുടെ മകരം രാശിക്കാർക്ക് ഇടിവെട്ട സൗഭാഗ്യങ്ങളുടെ ദിനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ചൊവ്വയും കൂടെ അനുകൂലമാവുന്ന ഒക്ടോബർ 27 തൊട്ട് ഡിസംബർ 7 വരെയുള്ള കാലഘട്ടത്തിൽ അത് ചെയ്യാൻ തീരുമാനിക്കുക. എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.